നമ്മുടെ ജാസ്മിനെ സായിയെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയല്ലോ, പുറത്തത്തെ കാര്യങ്ങൾ. സായി അത് പറഞ്ഞു കൊടുത്തും ചെയ്തു, അത് വേറെ കാര്യം. അതേപോലെ ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മളെ സിജോ വീടിനുള്ളിൽ കയറിയല്ലോ. അപ്പം നമ്മുടെ ജാസ്മിൻ മെല്ലെ നടന്ന് സിജോൻ്റെ അടുത്തിട്ട് പോയിട്ട്, സിജോ ഒന്നും കൊണ്ട് വാന്ന് പറഞ്ഞ് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് മെല്ലെ ചോദിക്കുക, നീ പുറത്തൊക്കെ പോയി വന്നതല്ലേ, ഞാനിങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിലല്ലേ ഗെയിം കളിക്കുന്നത്, ഞാൻ നല്ല രീതിയിലല്ലേ ഗെയിം കളിക്കുന്നുണ്ട് അല്ലേ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചോദിച്ച് കുത്തി ചോദിക്കുക, നീ പറയിട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിജോ പറഞ്ഞു, നീ ചോദിക്കും ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു. എന്താ ജാസ്മിൻ, എന്താ അറിയേണ്ടത്, എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. താങ്കൾക്ക് സ്വയം ഒരു വിശ്വാസമില്ലേ, താങ്കൾ ചെയ്യുന്നതിൽ താങ്കൾക്കൊരു വിശ്വാസമില്ലേ, എന്താണ് താങ്കൾക്ക് അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെ ജാസ്മിനെ നാറ്റിച്ച്. ഇത് ബാക്കിയുള്ളവരൊന്നും അറിഞ്ഞില്ല, ഇവർ മാറ്റി നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു. എല്ലാവരും ഓടി വന്ന് ജാസ്മിനെ കൂകി നാറ്റിച്ച് പായിപ്പിച്ച് വിട്ട്. ജാസ്മിൻ്റെ ഇത് മാറിക്കിട്ടി. കാരണം പുറത്തുനിന്ന് വന്നാലേ സ്വയം ചെയ്യുന്ന കാര്യങ്ങളിലൊരു ഉറപ്പില്ല, അതാണ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഉള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ച് നടക്കുന്നത്. പുറത്തത്തെ പേടിക്കണമല്ലോ, കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടി വരും.